ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ സന്ധ്യ കിച്ചൺ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ മോളുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേ അഖിലിൻ്റെ അച്ഛൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് റൂമിൽ അഖിലിൻ്റെ അമ്മയുണ്ട്. പീലിമോളെ മേലെ എഴുതിക്കാൻ കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ ഇതേ കുഞ്ഞ് കട്ടിലേക്ക് കിടന്ന് കളിക്കുവാണ്. കുറച്ച് നേരം കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് വീട്ടിലേക്ക് പോന്നു. രാത്രിയിലേക്കുള്ള കറിക്ക് അയില വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനൊരു 4 ചുവന്നുള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയിട്ടു. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. പിന്നെ വറക്കാനുള്ള മസാല റെഡിയാക്കുവാണ്. 1/2 കിലോ 4 അയില ഉണ്ടായിരുന്നു കേട്ടോ. വലിയ അയിലായിരുന്നു. അപ്പോൾ 2 എണ്ണം വറുക്കുകയും 2 എണ്ണം കറി വയ്ക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. വറുക്കാനുള്ള അയിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പെരട്ടി ബാക്കിയുള്ള മസാല അതിൻ്റെ വായിലേക്കും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ അകത്തും നല്ലപോലെ എരിവൊക്കെ പിടിക്കുമല്ലോ. ഒരു 1/4 മുറി തേങ്ങ ഇടാന്ന് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊളിയെടുത്ത് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിലേക്ക് ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടിയും ചേർത്തൊന്ന് അരച്ചെടുത്തു. പൊടികളും തേങ്ങയെല്ലാം കൂടി നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത് അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു. ആവശ്യത്തിന് വെള്ളം, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, പുളി, കുടംപുളിയാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചു. അടുത്ത സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ലപോലെ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും മസാലയൊക്കെ നല്ലപോലെ പരത്തി വെച്ചിരിക്കുന്ന ഈ അയില കുട്ടന്മാരെ അങ്ങോട്ട് വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അയില വറക്കാൻ വെച്ചത് ഒരു ദിവസം മൊരിഞ്ഞ് വന്നപ്പോഴേക്കും മറിച്ചിട്ടു. അയില ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വെളിച്ചെണ്ണ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും കൂടി ഇരുന്ന് രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഡിയേഴ്സ്.